ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പൂർണിമ ചേച്ചിയല്ലേ? അതെ. ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അകത്തേക്ക് വരൂ. ഇരിക്ക. എന്റെ പേര് പൂജ. ഞാനും പൃഥ്വിയും തമ്മില് കുറെ നാളായി അടുപ്പത്തിലാണ്. പൃഥ്വി ഇപ്പൊ എന്നെ അവോയ്ഡ് ചെയ്യാ. പൃഥ്വിയെ പോലെ ഒരാൾക്ക് ഈ പ്രായത്തിൽ ഇത്തരം ചില ഇൻഫാക്ച്വേഷൻസ് തോന്നുന്നത് സാധാരണയല്ലേ? അങ്ങനെ അല്ല ചേച്ചി, എനിക്ക് പൃഥ്വിയെ മറക്കാൻ സാധിക്കില്ല. അതൊക്കെ ഇപ്പൊ തോന്നുന്നതല്ലേ പൂജ? നാളെ ഇതെല്ലാം മറന്ന് പൂജയും മറ്റൊരു ജീവിതത്തിലേക്ക് പോവും. കുട്ടി, പൃഥ്വിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് അവൻ ഈ റിലേഷനിൽ നിന്ന് പിന്മാറുന്നത്. ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, എനിക്ക് പൃഥ്വിയെ എന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല. ഞാൻ പ്രഗ്നന്റാ. നീ പറഞ്ഞ സത്യാണോ ആശി? അതെ, ഞാൻ നേരിട്ട് കേട്ട കാര്യമാ. ഗിഫ്റ്റ് വാങ്ങി വന്നവിടെ മുത്തശ്ശിയോട് പറയുമ്പോ എല്ലാം ഞാൻ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ ഇത് നല്ലൊരു അവസരം ആശി, നമുക്കിത് യൂസ് ചെയ്യണം. അത് തന്നെ എന്റെയും പ്ലാൻ. പിന്നെ എന്തിനാ ഇത്ര ലേറ്റ് ആക്കുന്നേ? നമുക്ക് ഈ കാര്യം എത്രയും പെട്ടെന്ന് അമ്മയോടും ആന്റിയോടും പറയാം. ബാക്കി അവർ നോക്കിക്കോളും. വാ. അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഇത് നമുക്ക് തന്നെ ഡീൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മുടെയൊക്കെ മുന്നിൽ അവളുടെ മിണ്ടാപ്പൂച്ച കളിച്ചുള്ള നടപ്പ് ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. പൂർണിമ, എന്തിനാ എല്ലാരെയും വരാൻ പറഞ്ഞേ? പറയാം. ഇതാരാ മോളെ? അതാ എനിക്കും അറിയണ്ടേ. അതറിയാനാ നിങ്ങളെല്ലാരും വിളിച്ചു വരുത്തിയത്. എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് ഓർക്കുന്നില്ല. നീ കാര്യം പറ പൂർണിമേ. അത് പറയേണ്ടത് ഞാനല്ല. പിന്നെ ഞങ്ങൾക്കാർക്കും അവളെ അറിയില്ല. നിനക്കും അറിയില്ലേ പൃഥ്വി? ഞാൻ എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഇതാരാണെന്ന് നീ തന്നെ എല്ലാരോടും പറ. ചേച്ചി, എനിക്കിവിടെ അറിയില്ല. നുണ പറയല്ലേ പൃഥ്വി, എന്നെ നിനക്കറിയില്ലേ? എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ഇന്ന് വരെ ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കാത്ത കാര്യങ്ങളാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടി പൃഥ്വിയുടെ കാമുകയാണെന്ന് പറഞ്ഞാ വന്നിരിക്കുന്നത്. അയ്യോ ചേച്ചി, അയ്യോ. അതാണോ കാര്യം? നീ ഇതൊക്കെ വിശ്വസിച്ചോ? ഇതൊക്കെ ഇവളുടെ അടവാ. കാശുള്ള വീട്ടിലെ ആൺകുട്ടികളെ മേൽ അപവാദം പറഞ്ഞുകൊണ്ട് കേറി വരും. പണം മാത്രമാണ് ഇവറ്റുകളുടെ ലക്ഷ്യം. പണത്തിന് വേണ്ടി ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് പറയോ? നോ. അയ്യോ, ഇതൊക്കെ വെറും നുണയാ. ഞാൻ ഇവളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല. ഇങ്ങനെയൊന്നും പറയരുത് പൃഥ്വി. നിന്റെ കുഞ്ഞാ എന്റെ വയറ്റിലുള്ളത്. വാട്ട്? കുഞ്ഞോ? അയ്യോ ചേച്ചി, ചേച്ചി ഇതൊന്നും വിശ്വസിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കിതിന്റെ സത്യം അറിഞ്ഞേ പറ്റൂ. നുണ പറയുന്നത് ആരായാലും ഞാനത് കണ്ടുപിടിക്കും. ഞാൻ ഏതായാലും പോലീസിനെ വിളിക്കാം. അത് വേണ്ട മോളെ. പോലീസിലൊക്കെ അറിയിച്ച അതിന്റെയൊക്കെ നാണക്കേട് നമുക്ക് തന്നെയല്ലേ?